ഹായ് അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മല്ലു ഫുഡ് ബോക്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഞാൻ ഒരു റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഞാൻ പിന്നെ എൻ്റെ വീട്ടിൽ പോയ ഒരു ചെറിയൊരു വീഡിയോൻ്റെ ഒരു ഭാഗം കാണിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളെല്ലാവരും ഒന്ന് കണ്ടു നോക്ക്. അപ്പോൾ നമുക്ക് ആദ്യം റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ ഈ സേമിയ വെച്ചിട്ടാണ് കേട്ടോ കുനാഫ ഉണ്ടാക്കുന്നത്. നിങ്ങൾക്ക് ഫ്രോസൺ കുനാഫ ഡോ വാങ്ങാൻ കിട്ടും, അത് വെച്ചിട്ട് ഉണ്ടാക്കുക. ഞാൻ ഇപ്പോൾ ഇത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അതേ ടേസ്റ്റ് തന്നെ കിട്ടും കേട്ടോ. കുനാഫ ഡോ കൊണ്ട് ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് തന്നെ ഈ സേമിയ വെച്ച് ഉണ്ടാക്കിയാലും കിട്ടും കേട്ടോ. ടേസ്റ്റ് ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. നമുക്കിതൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് പൊടിച്ചെടുക്കൊന്നും വേണ്ട. ചെറുതായിട്ട് ഇതൊക്കെ ആ നീളത്തിലൊക്കെ ഒന്ന് ചെറുതാക്കി അതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഒരു ബട്ടറാണ് കേട്ടോ. ഇത് ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ ബട്ടർ എടുത്തിട്ടുള്ളത്. നമുക്ക് 1 ടീസ്പൂൺ ബട്ടറാണ് വേണ്ടത്. ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ബട്ടർ നേരിട്ട് ചേർത്ത് കൊടുക്കരുത് കേട്ടോ. ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക. നേരിട്ട് ചേർത്ത് കൊടുത്താൽ നമുക്കത് കുഴയ്ക്കുമ്പോൾ ശരിയാവില്ല. ഇങ്ങനെ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് കിട്ടും. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കത് മാറ്റി വയ്ക്കാം. നമുക്കിതിലേക്ക് ആവശ്യമായത് 1 ടേബിൾ സ്പൂൺ മൈദയും 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ആണ് കേട്ടോ. രണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളത്തിൽ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കുമ്പോൾ അത് കട്ടക്കുത്തുള്ളൂ. അതുകൊണ്ടാട്ടോ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നത്. നമുക്കിത് പാലിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് പാലാണ് കേട്ടോ വേണ്ടത്. 1 കപ്പ് പാലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ഒരു കപ്പിന് 1 കപ്പ് പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തിളപ്പിച്ചെടുക്കണം. ഇതൊന്ന് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് നന്നായിട്ട് മധുരം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നമ്മൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് അതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച മൈദയും കോൺഫ്ലവറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ചേർത്ത് കൊടുത്താൽ കട്ടക്കുത്തില്ല. അതാണ് അങ്ങനെ മിക്സ് ചെയ്ത് വെച്ചത് വെള്ളത്തിൽ. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇതൊന്ന് കുറുകി വരുന്ന വരെ ഇളക്കിയെടുക്കുക കേട്ടോ. ഉണ്ടല്ലേ ഇതുപോലെ ഒന്നാവുന്ന വരെ ഇളക്കിയെടുക്കുക. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി നമ്മുടെ ഒരു പാനിലേക്ക് കുറച്ച് ബട്ടർ തടവിയിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് നിരത്തി വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. സേമിയത്തിൻ്റെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ബാക്കി അതിൻ്റെ മുകളിലേക്ക് ഈ ക്രീം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മൊസറല്ല ചീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കുക. വേണമെന്നില്ല. ആ ചീസിൻ്റെ ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. വലിഞ്ഞൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇവിടെ ചീസൊക്കെ ഇട്ടാൽ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് കുനാഫേനെ ആ ചീസി ടെക്സ്ചർ എല്ലാം ഉണ്ടാവുക. അതുകൊണ്ടാണ് അത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ബാക്കിയുള്ള ആ ഡോവും കൂടി ഇട്ട് കൊടുക്കുക അതിൻ്റെ മുകളിൽ. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. ഇതുപോലെ ഇപ്പോൾ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ആ ക്രീമിനെ. നമുക്കിത് കുറഞ്ഞ ഫ്ലെയിമിലൊന്ന് ചൂടാക്കി എടുക്കണം. കുറഞ്ഞ ഫ്ലെയിമിൽ വേണ്ട ചെയ്യാൻ.
ഫ്ലെയിം കൂടുതലാക്കി ഇടരുത്, അപ്പോൾ കരിഞ്ഞു പോവും. കണ്ടില്ലേ, ഇപ്പോൾ ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അത് അടിയായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കണം. ഇതിൻ്റെ മറുവശം കൂടി ഒന്ന് ആകാൻ വേണ്ടിയിട്ട് മറ്റൊരു പാനിലേക്ക് മാറ്റി കൊടുക്കും. ഞാൻ ഇവിടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പോലെ ഒന്ന് ചെരിച്ചെടുക്കുക. കണ്ടില്ലേ, കരിഞ്ഞിട്ടൊന്നുമില്ല. അത് ആയിട്ടുണ്ട്, ഞാനവിടെ മാറ്റി വയ്ക്കാം. അതായത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. നമുക്ക് അതിലേക്ക് വേണ്ട ഷുഗർ സിറപ്പാട്ടോ റെഡി ആക്കേണ്ടത്. അതിൽ കുറച്ച് 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ. നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള വെള്ളം ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളും അതുപോലെ എടുക്കുക. ഇതൊന്ന് മെൽറ്റ് ആവണ വരെ ഇളക്കി കൊടുക്കുക. പഞ്ചസാര നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് അപ്പോൾ തന്നെ നമുക്കൊരു നാരങ്ങ ഒന്ന് പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങ പിഴിഞ്ഞു കൊടുത്തു. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഷുഗർ സിറപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രത്തിലേക്ക് സെറ്റ് ചെയ്തതാണ്. നമുക്ക് അതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് പിസ്തയൊക്കെ ഇട്ട് കൊടുക്കട്ടെ. അതിൻ്റെ അടുത്ത് അതില്ലാത്തതുകൊണ്ട് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ആ ഷുഗർ സിറപ്പ് ചൂടോടുകൂടി തന്നെ നിങ്ങൾ അതിൻ്റെ മുകളിൽ പാരുക കേട്ടോ. അപ്പോൾ ആ ടെസ്റ്റർ നല്ല ടേസ്റ്റ് വരുള്ളൂ. ചൂടാറിയിക്കുകയാണെങ്കിൽ നിങ്ങൾ അതൊന്ന് ചൂടാക്കേണ്ടതാണ് കേട്ടോ. ഇനി അടുത്തത് എൻ്റെ വീട്ടിലേക്ക് പോവുക കേട്ടോ. ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നൊരു ട്രിപ്പായിരുന്നു കേട്ടോ വീട്ടിലേക്ക്. പെട്ടെന്നൊന്ന് റെഡിയായി പോയതാണ്. നമുക്കിത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. എൻ്റെ വീട് കൈതച്ചിറയാണ് കേട്ടോ. ഇപ്പോൾ നൊട്ടമല എത്തിയിട്ടുണ്ട്. നൊട്ടമല ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മണ്ണാർക്കാട് എത്തിയിട്ടുണ്ട്. നെല്ലിപ്പുഴ പാലം ഉണ്ടത്. മണ്ണാർക്കാട് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം, കൈതച്ചിറ പറയുന്ന സ്ഥലത്ത്. ഞാൻ എൻ്റെ വീട്ടിലെത്തിയിട്ട് ഒക്കെ റെസ്റ്റ് ചെയ്തിട്ടുള്ള പിന്നെ ഞങ്ങളെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു തൂക്കുപാലം കാണാൻ പോയതാട്ടോ. കൈതച്ചിറേനെയും മയിലാമ്പാടം പയ്യനാടൊക്കെ ബന്ധിപ്പിക്കുന്ന ഒരു തൂക്കുപാലമാണ്. ഷംസുദ്ദീൻ MLA വന്നിട്ടാണ് കേട്ടോ അതൊക്കെ ഉദ്ഘാടനം ചെയ്തത്. ഇത് പുഴയിലൊക്കെ വെള്ളം വന്ന അപ്പുറത്തെ അക്രമമുള്ള ആൾക്കാർക്ക് ഇങ്ങോട്ട് കിടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാക്കാറ് കേട്ടോ. അതുകൊണ്ട് നിർമ്മിച്ച പാലാണ്, തൂക്കുപാലാണ്. നല്ല ഭംഗിയാട്ടോ കാണാൻ ഉണ്ടല്ലേ. അപ്പുറത്തൊരു അമ്പലമൊക്കെ ഉണ്ട്, ശിവൻ്റെ അമ്പലമൊക്കെ ഉണ്ട്. അത് കണ്ടില്ലേ, നല്ല ഭംഗി. ഞങ്ങൾ പോയിട്ട് കുറേ നേരം കുട്ടികളൊക്കെ നന്നായിട്ട് കളിച്ചിട്ടൊക്കെ കേട്ടോ വന്ന്. കുട്ടികൾക്ക് പിന്നെ വെള്ളം കണ്ടാൽ പിന്നെ പറയണ്ടല്ലോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. നല്ല ഒഴുക്കുണ്ടായിരുന്നു. അന്ന് പിറ്റേ ദിവസം മഴ പെയ്ത് പോയതായിരുന്നു. അപ്പം നല്ല ഒലിവുണ്ടായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ കുളിക്കുന്ന ഏരിയയാണ്. ഇതാ കണ്ടില്ലേ, നല്ല തെളിഞ്ഞ വെള്ളമാണ്. കടിയൊക്കെ നന്നായിട്ട് കാണാൻ നല്ല ഒഴുക്കുണ്ട് വെള്ളം. നല്ല ഭംഗി കേട്ടോ കാണാൻ. ഞങ്ങളന്ന് കുട്ടികൾ കുറേ നല്ലോണം എൻജോയ് ചെയ്തിട്ടാട്ടോ അവിടുന്ന് വന്ന്. കുറേ ആയിരുന്നു പോയിട്ട് അവിടെയൊക്കെ. അപ്പോൾ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാൻ പറഞ്ഞിട്ട് പോയതാണ്.
തണുപ്പുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിന്. കണ്ടില്ലേ, ഇതാണ് ഒരു സൈഡിൽ നിന്നുള്ള വ്യൂ. പിന്നെ പുഴൻ്റെ അപ്പുറത്തുള്ള ഭാഗമാണ് കേട്ടോ അത്. നമ്മൾ വരുന്ന വഴിയാണിത്. കാറൊക്കെ പോകും കേട്ടോ, ഈസി ആയിട്ട് പോകും. ഞങ്ങൾ കാറിലാണ് വന്നത്. അതിൻ്റെ തുമ്പികളൊക്കെ ഇങ്ങനെ പാറിക്കളിച്ച് നല്ല ഭംഗിയാണ് കാണാൻ. എനിക്ക് പൊതുവേ ഇഷ്ടം കേട്ടോ ഇങ്ങനെയൊക്കെ വരുന്ന പുഴയ്ക്ക് ഒക്കെ വരുന്ന ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് ഞങ്ങളെ തൂക്കുപാലം. ഞായറാഴ്ചകളിലാണ് കുറേ പേര് വരാറ്. വെള്ളത്തിൽ കളിക്കുകയും ചെയ്യുക, തൂക്കുപാലം കാണുകയും ചെയ്യുക എന്നുള്ള 2 ഐഡിയ. ഇത് വഴിയാണ് കേട്ടോ, ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ വീഡിയോ ഓണാക്കാൻ മറന്നുപോയി. ഇത് വഴിയാണ് നമുക്ക് തൂക്കുപാലത്തേക്ക് വരേണ്ടത്. എൻ്റെ വീട് ഇവിടെ അടുത്താണ് കേട്ടോ. ഞങ്ങളിങ്ങോട്ട് വരുമ്പോൾ മിക്കവാറും വരലുണ്ട്. ഇത് മാസപ്പറമ്പ് എന്നുള്ള ആ പുഴയുടെ ഒരു വ്യൂ ആണ് കേട്ടോ. ഞങ്ങളവിടെ മാസപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നുള്ള ആ പുഴയുടെ തന്നെ ഒരു വ്യൂ ആണ്. നല്ല ഭംഗിയാണ് കാണാൻ കേട്ടോ. അതൊക്കെ ഇതേനാണ് കേട്ടോ പോവുക. നമുക്ക് വീട്ടിലേക്ക് തിരിച്ചു പോകാം. ഇതുവഴിയാണ് കേട്ടോ വരുന്നത്. ഇനി ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഈ വഴിയാണ് കേട്ടോ വരുന്നത്. വരുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതുവഴിയാണ് നമ്മൾ തൂക്കുപാലത്തിലേക്ക് പോകേണ്ടത്. നല്ല പച്ചപ്പിൻ്റെ വാഴത്തോട്ടവും തെങ്ങും തോട്ടത്തിൻ്റെ ഒക്കെ ഇടയിൽ കൂടി ഇങ്ങനെ പോവാം. ഞങ്ങൾ മണ്ണാർക്കാടൊക്കെ വരികയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ മറക്കരുത് കേട്ടോ. നല്ല അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റ് അത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇതാണ് എൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തും. എന്നാൽ ഞാനിന്ന് പുതിയ വീഡിയോസുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.